ഇന്ന് ഡിസംബർ മാസം 24, ധനുമാസം 9 ചൊവ്വാഴ്ച. നമുക്ക് മാതൃഭൂമി പത്രത്തിലേക്ക് എത്തിയാൽ മാതൃഭൂമി പത്രത്തിൽ പിണറായി വിജയൻ്റെ വളരെ ആകാംക്ഷ ഉറ്റി നിൽക്കുന്ന ഒരു ചിത്രം, വളരെ മനോഹരമായ ഒരു ചിത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. പഠിച്ചു വളരണം എന്നാണ് അതിന് അടിക്കുറിപ്പ് കൊടുത്തിരിക്കുന്നത്. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനം സമാപന യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ റെഡ് വോളണ്ടിയർ പരേഡിൽ പങ്കെടുത്ത കുട്ടികളോട് സംസാരിക്കുന്നു. 3 ദിവസമായി സമ്മേളനം തിങ്കളാഴ്ചയാണ് സമീപിച്ചത്. ജില്ലാ സെക്രട്ടറിയായിട്ട് വി ജോയി തുടരും എന്നുള്ളതാണ്. വയനാട്ടിൽ മാത്രമാണ് ഗഗാറിനെ മാറ്റിയത്, ജില്ലാ സെക്രട്ടറി മാറ്റി റഫീഖിനെ കൊണ്ടുവന്നത്. തിരുവനന്തപുരത്ത് വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ പിണറായി വിജയനെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു മുഖഭാവമാണ് അല്ലേ? അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ഫേസ് ഉള്ള പിക്ക് വന്നിട്ടില്ല. മനോഹരമായ പിക്ക്, വളരെ മനോഹരമായ പിക്കാണ്. മാത്രമല്ല കുഞ്ഞിനോട് വളരെ വാത്സല്യത്തോടു കൂടി നോക്കി നിൽക്കുന്ന ഒരു ചിത്രം. ഭാവം കൊള്ളാം അല്ലേ? വളരെ വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഭാവമാണ്. അപ്പോൾ നാച്ചുറലാണ് നല്ലത്. പേരെ കുട്ടികളോടൊക്കെ വളരെ വാത്സല്യത്തോട് പെരുമാറുന്ന കേട്ടിട്ടുള്ളത്. ആ ഒരു വാത്സല്യത്തിന്റെ ഭാവമുണ്ട് അല്ലേ? അപ്പോൾ മനോഹരമാണ്. അപ്പോൾ ഇനി പഠിച്ചിട്ട് പോയാൽ മതി എന്ന തലക്കെട്ടിലൊരു വാർത്തയുണ്ട്. എന്താണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. 5-8 ക്ലാസ്സുകളിൽ ഓൾ പാസ് ഇല്ല എന്ന് കേന്ദ്രം. 5-8 ക്ലാസ്സുകളിൽ ഇനി ഓൾ പാസ് ഇല്ല. അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് തോറ്റുപോയാൽ തോറ്റ് 5ാം ക്ലാസ്സിൽ ഒന്നും കൂടി ഇരിക്കേണ്ടി വരും. ഇപ്പോൾ അങ്ങ് 10ാം ക്ലാസ് വരെ ഒറ്റയടിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു. അത് നടക്കൂല. ഓൾ പാസ് നയം ഈ ക്ലാസ്സുകൾക്ക് ഇനി മുതൽ നടപ്പാക്കേണ്ടതില്ലെന്ന് നിർദ്ദേശിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വിജ്ഞാപനമിറക്കി. 2019 കൊണ്ടുവന്ന വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ ഭേദഗതി വഴി 16 സംസ്ഥാനങ്ങളും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെ ഈ നിർദ്ദേശം നടപ്പാക്കിയിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഭേദഗതി കർശനമാക്കി വിജ്ഞാപനമിറക്കിയത്. കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, സൈനിക സ്കൂളുകൾ എന്നിങ്ങനെ കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന 3000-ലധികം സ്കൂളുകളിൽ നിർദ്ദേശം നടപ്പിലാക്കും. തോൽപ്പിക്കുന്നത് പക്ഷേ അഭികാമ്യമല്ല എന്ന് ഡോക്ടർ ജയപ്രകാശ് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5ഉം 8ഉം ക്ലാസ്സുകളിൽ തോറ്റ അവിടെ ഇരിക്കും. പണ്ട് നമ്മുടെയൊക്കെ കാലത്ത് 5ാം ക്ലാസ്സിൽ തോറ്റ ഒരുപാട് പേരുണ്ടല്ലേ? ഉണ്ടാവും. തെറ്റിദ്ധരിക്കേണ്ട, ദീപക് 5ാം ക്ലാസ്സൊക്കെ നല്ല ഫുൾ കളറോടുകൂടി പാസ്സായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ പണ്ടുണ്ടായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ ചെല്ലും RSC സ്കൂളിൽ ബാക്ക് ബെഞ്ചിൽ ഇതുപോലെ ഒരാളുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് പണ്ടൊക്കെ താടിയും മീശയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. കാരണം 8ൽ ഒരു പ്രാവശ്യം തോറ്റ്, 9ൽ തോറ്റ്, അങ്ങനെ പതുക്കെ പഠിച്ച് വരുന്ന ആൾക്കാരുണ്ട്. ഈ ഡിഗ്രി ഒക്കെ പോലെ 3 വർഷത്തെ 10ാം ക്ലാസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഭയങ്കര സ്നേഹമായിരിക്കും, ഡീൽ ചെയ്യാനും ഭയങ്കര കഴിവായിരിക്കും. കാരണം കുറെ ടീമിനെ കണ്ടിട്ടുണ്ടല്ലോ. അതെ. അപ്പോൾ എന്തായാലും ഇനി 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഓൾ പാസ് ഇല്ല എന്ന വാർത്തയാണ് മാതൃഭൂമിയുടെ ലീഡ് വാർത്ത. മാധ്യമത്തിന്റെ ലീഡ് ഏതാ? അത് തന്നെയാണ് ലീഡ് അല്ലേ? പക്ഷേ കേരളത്തിൽ 8ാം ക്ലാസ് മുതലാണ് ഇത് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 5ാം ക്ലാസ്സിൽ നടപ്പിലാക്കി കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കേണ്ടതില്ല എന്നതാണ് തീരുമാനം. ശരിയാണ് അല്ലേ? കുഞ്ഞുങ്ങൾ 8ാം ക്ലാസ് ഒക്കെ ആവുമ്പോഴാണ് എന്താണ് ഈ പഠിത്തം എന്ന് തന്നെ അറിയുന്നത്. പേരിൽ തോൽപ്പിക്കും എന്നുള്ളതാണ്. അക്ഷരം അറിയാത്തത് തോൽവിയാണോ, അല്ലെങ്കിൽ സയൻസ് അറിയാത്തത്, കണക്കറിയാത്തതൊക്കെ തോൽവിയാണോ എന്നൊരു ചോദ്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മാത്രമല്ല ഈ കുട്ടികൾക്ക് എന്താണ് പഠിക്കുന്നത്, ഞാൻ ചെയ്തത് പഠിത്തമാണോ എന്ന് പോലും തിരിച്ചു വരുമ്പോഴേക്ക് 7ാം ക്ലാസ് കഴിയും അല്ലേ? അല്ലെങ്കിൽ ഇത് എന്തോ ഒരു സാധനം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നല്ലേ കുട്ടികൾക്ക് തോന്നുക. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മനോരമയിൽ എന്താ ലീഡായിട്ടുള്ളത്? ആദ്യ വാർത്ത വഴി അടച്ചത് സർക്കാർ എന്ന് പറഞ്ഞിട്ട് സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാർ ലംഘനം ചൂണ്ടിക്കാട്ടി ടീകോമിന്റെ കത്തുകൾ, അത് നേരത്തെ അത്തരത്തിൽ കത്തുകൾ നൽകിയിട്ടുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നടപടിയില്ലാതെ അത് മാസങ്ങളോളം നീണ്ടുപോയി എന്നുള്ളതാണ്. അതായത് സർക്കാരിന്റെ അലംഭാവമാണ് സ്മാർട്ട് സിറ്റി ഇല്ലാതാക്കിയത് അല്ലേ? ഞാൻ ആ വാർത്ത ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. വഴിയടച്ചത് സർക്കാർ, സിൽവർ ലൈൻ അലൈൻമെന്റ് വന്നത് പദ്ധതിയുടെ മൂല്യം കുറച്ചെന്ന് വാദം, നഷ്ടപരിഹാരം നൽകി ടീകോമിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചത് നിയമയുദ്ധം ഭയന്ന്. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോം കമ്പനി പിൻവാങ്ങാൻ കാരണം സർക്കാർ നടത്തിയ കരാർ ലംഘനമാണെന്ന് രേഖകൾ. വീഴ്ചകളും കരാർ ലംഘനങ്ങളും അക്കമിട്ട് നിരത്തി സ്മാർട്ട് സിറ്റി മാനേജിംഗ് ഡയറക്ടർ ഖാലിദ് അൽ മാലിക് ഒരു ഡസനോളം കത്തുകൾ സംസ്ഥാന സർക്കാരിന് അയച്ചിരുന്നു. നിയമയുദ്ധത്തിലേക്ക് പോയാൽ ഇത് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയാണ് ടീകോമിന് നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കാൻ തീരുമാനിച്ചത്. അതിന്റെ വിശദ വിവരങ്ങൾ പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. നടപടിയില്ലാതെ മാസങ്ങൾ അല്ലേ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കത്തുകൾക്ക് മേൽ 10 മാസത്തോളമാണ് സർക്കാർ നടപടി സ്വീകരിക്കാതിരുന്നത്. അന്ന് തന്നെ നമ്മൾ പറഞ്ഞു, സ്മാർട്ട് സിറ്റി പോലൊരു പദ്ധതിയൊക്കെ വന്നിട്ട് ഇത്രയും കാലമായിട്ടും അത് നടപ്പാക്കുന്നില്ലെങ്കിൽ 11 വർഷമായിട്ടൊരു പദ്ധതി ഇങ്ങനെ ഫ്രീസിംഗ് പോയിന്റിൽ ഇരിക്കുന്നു എന്നുള്ളത് സർക്കാരിന് ഗുണകരമല്ല. എന്തായാലും സർക്കാർ ഇപ്പോൾ അത് ഒഴിവാക്കാൻ തീരുമാനിച്ചു. കരാർ ലംഘനം ചൂണ്ടിക്കാട്ടി ടീകോമിന്റെ കത്തുകൾ മനോരമ അതിന്റെ വിശദാംശങ്ങളാണ് നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുള്ളത് ഇന്നലെ സാനിയോ റിപ്പോർട്ട് ചെയ്ത വാർത്ത ആദ്യ പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. പി ഗഗാറിനെ തള്ളി കെ റഫീഖ് CPMന്റെ വയനാട് ജില്ലാ സെക്രട്ടറിയായി. 12-നെതിരെ 15 പേരുടെ പിന്തുണ. തെരഞ്ഞെടുപ്പ് ഐകകണ്ഠേനയെന്നാണ് നേതൃത്വം പറയുന്നത്. സാനിയോ, പക്ഷേ അവിടെ ഗഗാറിനെ ഒഴിവാക്കിയതിന് പിന്നിൽ മറ്റ് നീക്കങ്ങൾ ഉണ്ടെന്നൊക്കെ ഇന്നലെ PV അൻവറൊക്കെ ആരോപിക്കുന്നത് കേട്ടു.
അങ്ങനെ ആരോപിക്കുന്നത് കേട്ടു. പക്ഷേ അവിടെ സാങ്കേതികപരമായല്ല മത്സരം നടന്നത്. ആദ്യം രണ്ടാളുകൾ വരികയായിരുന്നു. ആര് സെക്രട്ടറി ആണെന്ന് ചോദിച്ചപ്പോൾ തന്നെ 2 പേരുടെ പേര് ഉയർന്നു വന്നു. അപ്പോൾ എത്ര പിന്തുണയുണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ 2 പേർക്കും ഉള്ള പിന്തുണ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മത്സരിക്കണോ പിന്മാറുകയാണോ എന്ന് ഗഗാറിനോട് ചോദിക്കുന്നു. ഗഗാറിന് അപ്പോൾ ഞാൻ പിന്മാറുകയാണ്, മത്സരിക്കേണ്ടതില്ല എന്ന് പറയുകയാണ്. സാങ്കേതികപരമായി അങ്ങനെയാണ്. പക്ഷേ ഗഗാറിനെ സംബന്ധിച്ചിടത്തോളം ചില മോശം കാര്യങ്ങളുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതായത് നെഗറ്റീവ് ബ്ലാക്ക് മാർക്കുകൾ അദ്ദേഹത്തിനുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് ഒഴിവാക്കിയതെന്നാണ്. മാത്രവുമല്ല, ഈ ചൂരൽമല ദുരന്തമടക്കമുണ്ടായ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ശരിയായ രീതിയിലായിരുന്നില്ല എന്നുള്ളൊരു ആരോപണം സംസ്ഥാന സർക്കാരിന് തന്നെ ഉണ്ടായിരുന്നു. അത്രയും വിമർശനം വരുമ്പോഴും അദ്ദേഹം കാര്യമായി ഇടപെട്ടിരുന്നുവെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു എന്ന തരത്തിൽ. അപ്പോഴും അവിടെ ഇടപെട്ടത് കെ റഫീഖാണ് എന്നുള്ളതാണ്. റഫീഖ് സജീവമായിരുന്നു ആ സമയത്ത് അല്ലേ? സജീവമായി. അല്ലെങ്കിൽ ഒരു 3ാമത്തെ ടേം എല്ലാവർക്കും അനുവദിക്കുന്നതാണ്. 3ാം ടേം അനുവദിക്കാത്ത ഗഗാറിനെ ഒഴിവാക്കുന്നതിന് പിന്നെ ആകെ ഒഴിവാക്കിയ ഒരു ജില്ലാ സെക്രട്ടറി ഗഗാരൻ മാത്രമാണ്. നിലവിൽ ഗഗാരൻ മാത്രമാണ്. ഈ മറ്റ് സമ്മേളനങ്ങൾ വരുമ്പോൾ അറിയാം നമുക്ക് എന്താണ് സംഭവിക്കുക. പക്ഷേ അത് വളരെ അപ്രതീക്ഷിതമായി. 35 വയസ്സേ ഉള്ളൂ അല്ലേ? 35 ഉണ്ട് റഫീഖിന്. 37 അല്ലേ? ആ, അപ്പൊ ചെറുപ്പക്കാരനാണ്. 37 ഈ ജില്ലാ സെക്രട്ടറിമാരിൽ ഏറ്റവും ചെറുപ്പക്കാരൻ റഫീഖ് ആയിരിക്കും. 37 ഒരു പ്രായമല്ല. 37 ഒരു പ്രായമല്ല, എന്റെ അഭിപ്രായത്തിൽ പ്രായമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അങ്ങനൊന്നുമില്ല. 40 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെയൊക്കെ കൗമാരങ്ങൾ ആരംഭിക്കുന്നത്. ഇതൊക്കെ ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ്. വയസ്സെന്നുള്ളതൊരു നമ്പർ മാത്രമല്ലേ. അപ്പോൾ ശാംബനഗൽ ഓർമ്മത്തിരയിൽ എന്ന വാർത്ത കൂടി ഇന്ന് പത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. നമ്മുടെ വിഖ്യാത സംവിധായകൻ പത്മഭൂഷൺ പത്മശ്രീ ഫാൽക്കെ പുരസ്കാര ജേതാവാണ്. വിടവാങ്ങിയത് ഇന്ത്യൻ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരക്കാരനാണ്. ഇന്ത്യയിലെ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വിഖ്യാത സംവിധായകനും തിരക്കഥാകൃത്തുമായ ശാംബനഗൽ അന്തരിച്ചു. വൃക്ക സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 90 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഇക്കഴിഞ്ഞ മാസം 14-ാം തീയതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ 90-ാം ജന്മദിനം ആഘോഷിച്ചത്. പത്മഭൂഷൺ, പത്മശ്രീ, ഫാൽക്കെ എന്നിവയടക്കം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 5 പതിറ്റാണ്ടിലേറെയായി സിനിമാ രംഗത്ത് സജീവമായിരുന്നു. ഇന്ത്യൻ സിനിമയ്ക്ക് നവഭാവുകത്വം പകർന്ന ശാംബനഗൽ ശ്രദ്ധേയമായ TV സീരിയലുകളും ഡോക്യുമെൻ്ററികളും ഒരുക്കിയിട്ടുണ്ട്. അതിലൊരു TV സീരിയൽ എനിക്ക് ഓർമ്മയുണ്ട്, ഭാരത് എ കോച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ നെഹ്റുവിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യയെ അദ്ദേഹം ഭാരത് എ കോച്ച് എന്ന് പറയുന്നത് വലിയ സീരിയലാക്കിയിട്ട് ദൂരദർശനെ പ്രസിദ്ധീകരിച്ചു. അത് ചെയ്ത് എന്തിനാണെന്ന് അറിയാമോ? യഥാർത്ഥത്തിൽ അത് ചെയ്തത് രാമായണം മഹാഭാരതം സൃഷ്ടിച്ച ഒരു കലുഷിതമായ സാമൂഹിക അന്തരീക്ഷത്തെ മറികടക്കാൻ അതിനൊരു ആൻറ്റിഡോട്ട് എന്ന നിലയിലാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷേ രാമായണവും മഹാഭാരതം കണ്ടതിൻ്റെ പകുതി ആൾക്കാർ പോലും ഇത് കണ്ടില്ല. അതാണ് വാസ്തവം. പക്ഷേ എങ്കിലും മനോഹര ഒരു പുതിയ വേവ് ഉണ്ടാക്കുന്നത് ശരിക്കും ശാംബനഗലിന്റെ 100%. അപ്പോൾ മറ്റു വാർത്തകൾ എന്തെങ്കിലും മാധ്യമത്തിലുണ്ടോ? ശ്രദ്ധിക്കേണ്ട വാർത്തകൾ. മരുന്ന് തിന്ന് മരിക്കുന്ന മലയാളി ഒരു പരമ്പര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാധ്യമം. അത് പ്രധാനപ്പെട്ടതാണ്. കാരണം ആഹാരം തന്നെയാകണം ഔഷധം എന്നാണ് പറയാറ്. ഇന്ന് ഔഷധം ആഹാരമാക്കുകയാണ് മലയാളി. മരുന്നിന്റെ ദുരുപയോഗം നമുക്കിടയിൽ രോഗം പോലെ പടർന്നു. മാരക രോഗങ്ങൾക്കുള്ള മരുന്നുകളടക്കം ഒരു കുറിപ്പടി പോലും ഇല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പേര് പറഞ്ഞാൽ കിട്ടുന്ന അവസ്ഥ. കേരളത്തിന്റെ സാമൂഹ്യ ആരോഗ്യത്തെ തന്നെ തകർക്കുന്ന അനാവശ്യ മരുന്നുപയോഗത്തെയും അതിന്റെ പിന്നാമ്പുറങ്ങളെ കുറിച്ചും മാധ്യമം അന്വേഷിക്കുന്നു. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല ദീപക്കെ, നമ്മൾ മനുഷ്യർ പെട്ടെന്ന് പനിയോ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ ഒരു പാരസിറ്റമോൾ എടുത്ത് വിഴുങ്ങുന്നൊരു ശീലമുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത്. ഞാൻ കഴിഞ്ഞ നമ്മളുടെ വാർത്താ പ്രഭാത പരിപാടിയിൽ പറഞ്ഞതാണ്, ഈ പാരസിറ്റമോൾ കഴിക്കുന്ന അവരിൽ ഈ വൃക്കരോഗങ്ങൾ കൂടുന്നു. അത് വല്ലാതെ കൂടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം കരുതിയിരിക്കണം. അതൊരു പെയിൻ കില്ലറാണ് യഥാർത്ഥത്തിൽ. നിങ്ങളുടെ പനി മാറ്റാനുള്ള അസുഖമൊന്നുമല്ല. ഒരു പ്രചാരണത്തിന്റെ വേറൊരു വശമുള്ളത് എന്താ അറിയാം? ഇപ്പൊ നമ്മളിപ്പോ പ്രഷർ, ഡയബറ്റിക് ആയ ആളുകളുണ്ടാവും, തൈറോയിഡ് പോലുള്ള അസുഖങ്ങളിലെ. ഈ അസുഖങ്ങളുള്ള ആൾക്കാർ ഇങ്ങനെ മരുന്നുകൾ എന്തോ മാരക പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരുന്ന് എടുക്കാതെ, അത് പ്രത്യേകം പറയണം. അതായത് ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടും പ്രഷറും ഷുഗറും ഉള്ളവരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്ന പ്രധാനമായിട്ടും പാരസിറ്റമോൾ ഉപയോഗിക്കുന്നവരുടെ പ്രശ്നം, അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ആന്റിബയോട്ടിക് അത് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ ഒരു പദ്ധതിയുണ്ട്, ആന്റിബയോട്ടിക് ഉപയോഗം കുറയ്ക്കുക, അനാവശ്യമായി ഉപയോഗിക്കരുത് എന്നുള്ളൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. അതെ, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആരോഗ്യത്തിന് രാവിലെ ഇതേപോലെ നമ്മുടെ ചെറുപ്പക്കാരൊക്കെ നടക്കുന്ന പോലെ രാവിലെ എഴുന്നേറ്റൊക്കെ ഒന്ന് നടന്നാൽ തന്നെ നമുക്ക് 1-2 ഗുളികകൾ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റും. പക്ഷേ എല്ലാ ദിവസവും ഇറങ്ങി നടക്കണം. നിങ്ങളുടെ വ്യായാമത്തിനുള്ള പ്രതിവിധിയോ ഷോർട്ട് കട്ടോ അല്ല നമ്മളെ അകത്തേക്ക് അടിച്ചു കയറ്റുന്ന മരുന്നുകൾ എന്ന് മാത്രം ആലോചിക്കുക. അപ്പോൾ മറ്റൊരു വാർത്തയുണ്ടല്ലോ ദീപകെ. അല്ല, ഈ മാതൃഭൂമി നൽകിയിരിക്കുന്ന ഒരു വാർത്തയെ മങ്ങലേറ്റ് BJPയുടെ ക്രിസ്മസ് നയതന്ത്രം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ സംഭവവികാസങ്ങൾ. അതെ, ഇന്നലെ ഇപ്പം കെ സുരേന്ദ്രൻ ഇവിടെ വന്നിട്ട് താമരശ്ശേരി ബിഷപ്പിനെ കാണുകയും അവിടെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ സ്നേഹ സന്ദേശ യാത്രയുടെ ഇന്നലെ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ കേക്കും കൊണ്ട് പോകുന്ന പരിപാടി ഉണ്ടല്ലോ, അതിൽ ചെറിയ മങ്ങലേറ്റു എന്നുള്ളതാണ് മാതൃഭൂമി റിപ്പോർട്ട്. നല്ലേപ്പള്ളിയിലെ അതിക്രമം, നല്ലേപ്പള്ളി UP സ്കൂളിലായിരുന്നു കേട്ടോ അതിക്രമം നടന്നത്. ക്രിസ്മസ് ആഘോഷത്തിനിടയിൽ 3 പേര് വന്നിട്ട് ഈ പരിപാടി ഇതിൽ എവിടെ നടത്തുന്നത്, ഓർഡറുണ്ട് എന്നൊക്കെ ചോദിച്ചു ആ കൊച്ചുങ്ങളെ അധ്യാപകരെയൊക്കെ വരട്ടി. അവസാനം ക്രിസ്മസ് ആഘോഷത്തിൽ നന്നായിട്ട് പാട്ടൊക്കെ പാടി കരോൾ പാട്ടൊക്കെ പഠിച്ചു വന്ന പിള്ളേർ അതൊക്കെ മറന്നുപോയി. ഒടുവിൽ ആ പരിപാടി വേണ്ട
വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ആ വാർത്തയടക്കമാണ് മങ്ങലേറ്റ് BJPയുടെ ക്രിസ്മസ് നയതന്ത്രം എന്ന് പറയുന്നത്. ക്രിസ്മസ് വിശ്വാസികളെ ഒപ്പം നിർത്താൻ BJP നടത്തുന്ന ക്രിസ്മസ് നയതന്ത്രത്തിന് മങ്ങലേൽപ്പിച്ചു പാലക്കാട്ടെ അക്രമങ്ങൾ. കേക്കും ആശംസയുമായി BJP നേതാക്കൾ ബിഷപ്പ് ഹൗസുകളിലും ക്രൈസ്തവ വീടുകളിലും എത്തുന്ന സ്നേഹ സന്ദേശയാത്ര തുടങ്ങും മുൻപ് പാലക്കാട് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളിൽ ശക്തമായ പ്രതിഷേധം. കോൺഗ്രസും CPM-ഉം പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ BJP പ്രതിരോധത്തിലായി. പ്രധാനമന്ത്രി ക്രൈസ്തവർക്കൊപ്പം ക്രിസ്മസ് ആഘോഷിച്ച തിങ്കളാഴ്ച ആക്രമണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് തലയൂരാനുള്ള തത്രപ്പാടിലായിരുന്നു BJP നേതൃത്വം. നല്ലേപ്പള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിച്ചതിന് അധ്യാപകരെയും കുട്ടികളെയും സംഘപരിവാർ സംഘടനയിലുള്ള ഭീഷണിപ്പെടുത്തി എന്നതാണ് പാർട്ടിയെ വെട്ടിലാക്കിയത്. അറസ്റ്റിലായവർ VHPയുടെയും ബജ്രംഗിന്റെയും നേതാക്കളാണ്. അപലപിച്ച് ജോർജ് കുര്യൻ എന്നുകൂടി പത്രം കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്നേഹവും സാഹോദര്യവും ക്രിസ്തുവിന്റെ സന്ദേശം എന്ന് നരേന്ദ്രമോദി ഇന്നലെ സേക്രഡ് ഹാർട്ടിലും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ പറഞ്ഞ വാചകവും പത്രം കൊടുക്കുന്നുണ്ട്. സ്നേഹവും സൗഹാർദ്ദവും സാഹോദര്യവുമാണ് യേശുക്രിസ്തുവിന്റെ സന്ദേശമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ സന്ദേശം യാഥാർത്ഥ്യമാക്കാൻ എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണം എന്നാണ് നരേന്ദ്രമോദി ഇന്നലെ പറഞ്ഞത്. പക്ഷേ കേരളത്തിൽ നടക്കുന്നത് നേരെ തിരിച്ചാണ് എന്നുള്ളതാണ് BJP ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെയൊക്കെ കാലം കേരളത്തിൽ കഴിഞ്ഞു പോയില്ലേ? തീർച്ചയായിട്ടും അല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടി വരും. അനാവശ്യമായിട്ട് ഈ പള്ളിയിലൊക്കെ കയറി അല്ലെങ്കിൽ സ്കൂളിലൊക്കെ കയറി ഈ അലമ്പുണ്ടാക്കാനൊക്കെ പോയാൽ BJP ക്രിസ്ത്യൻ വോട്ടുകൾക്ക് വേണ്ടി ഇങ്ങനെ അരമനകൾ കയറുമ്പോൾ ഒരു ഭാഗത്തിൽ ഒന്നുകിൽ മണിപ്പൂർ ഉണ്ടാവും. പ്രാവശ്യം മണിപ്പൂർ അധികം ചർച്ചയാവാതായിരുന്നു. പാലക്കാട് വേറെ വിഷയമുണ്ട്. മാത്രമല്ല അത് VHP ബജരംഗൾ എന്നൊക്കെ പറയുന്ന ഫ്രിഞ്ച് എലമെന്റുകളാണ്. BJPയിലെ ഏതെങ്കിലും യൂണിറ്റോ BJPയിലെ ഏതെങ്കിലും സംഘടനകളോ BJPയുടെ ഏതെങ്കിലും ഭാരവാഹികളോ നേരിട്ടല്ല. പക്ഷേ ഇന്നലെ സന്ദീപ് പറയുന്നത് ഇവർ മുൻ BJP ഭാരവാഹികളായിരുന്നു എന്നൊക്കെയാണ് ഇന്നലെ പറയുന്നത്. വാദം അവർ വളരെ ബാലിശമായ വാദങ്ങളാണ് ഉയർത്തുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ഇതുപോലെ ആഘോഷിക്കുന്നില്ല? നമ്മൾ ക്രിസ്മസിന് അങ്ങനെ യേശുവിൻ്റെ ജന്മദിനം എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു രാജ്യാന്തര തലത്തിൽ നമ്മളൊക്കെ ഒന്നായി ആഘോഷിക്കുന്നത്, ദേശീയ തലത്തിൽ നിന്നുള്ളതല്ല, ലോകം മുഴുവൻ ഒന്നിച്ച് ആഘോഷിക്കുന്ന അങ്ങനെ ഒരു ആ കൺസെപ്റ്റിലും പെർസ്പെക്റ്റീവിലുമാണല്ലോ അതിനെ കാണാൻ. കറക്റ്റ്, തീർച്ചയായിട്ടും. ഇതിനെയൊക്കെ നമ്മൾ ഈ ചുരുങ്ങിയ മനസ്സോടുകൂടി കാണുമ്പോഴാണ് ക്രിസ്തുമസ്, ഓണം, ഇപ്പോൾ അതേപോലെ പെരുന്നാൾ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ആഘോഷങ്ങളും നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നതിന് പകരം ഇതിനൊക്കെ പോയിട്ട് മതമൊക്കെ തിരയാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ കഴിഞ്ഞ ദിവസം ചൂരൽമല പോയായിരുന്നു. അപ്പോൾ നമ്മുടെ ആ പുത്തുമലയുള്ള ശ്മശാനത്തിൽ വീണ്ടും പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ കുറേ ആളുകൾ പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഈ എന്താണ് മലപ്പുറം ഭാഗത്തു നിന്ന് വന്ന ഒരാളാണ് എന്നോട് ചോദിച്ചു, ഇത് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം ഓം വരച്ചിരിക്കുന്ന കല്ല് അവിടെയുണ്ട്, മീസാൻ കല്ല് എന്നുള്ള നിലയിൽ അതുണ്ട്, ഈ കുരിശു വരച്ചിരിക്കുന്ന കല്ലുണ്ട്. എല്ലാ മനുഷ്യരും ഇതിലേക്ക്. പിന്നെ നമ്മൾ എന്തിനാ വഴക്ക് കൂടുന്നതെന്ന് ഒരൊറ്റ ഉരുൾപൊട്ടലിൽ ഒരേ സ്ഥലത്ത് പരസ്പരം മനുഷ്യർ അവസാന ഉറക്കത്തിനുള്ള ഇടം പങ്കിടേണ്ട മനുഷ്യരാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഖബറിടങ്ങളിൽ നിങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരിടത്ത് മീസാൻ കല്ലുണ്ടാവും, ഒരിടത്തൊരു കുരിശുണ്ടാവും, ഒരിടത്തൊരു ഓം പതിച്ച ഒരു കല്ലുണ്ടാവും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതെല്ലാം നമ്മൾ ചെന്നൊടുങ്ങേണ്ടത് അവിടേക്കല്ലേ? അതിനിടയിൽ പിന്നെ ഈ ക്രിസ്തുമസും ഓണമൊക്കെ കിട്ടുമ്പോൾ അത് ഹാപ്പിയായിട്ട് ആഘോഷിക്കുന്നതിനപ്പുറം സ്കൂളിലൊക്കെ പോയി അതിക്രമം നടത്തുക, അവിടെ പോയി കുട്ടികളെ ഭീഷണിപ്പെടുത്തുക, ഇതൊക്കെ പഴയ കാലത്ത് ഓടുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളാണ് ചേട്ടന്മാരെ എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ അതിൽ കൂടുതലൊന്നും നമുക്ക് പറയാനില്ല, അല്ലേ? വർഗീയത കുത്തിപ്പൊക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതെ അതെ അതെ. ഇവിടെ നമ്മൾ അത്ര വർഗീയരായിട്ടുള്ള മനുഷ്യരൊന്നുമില്ല. ആളുകളൊക്കെ പറയുന്നുണ്ട് വർഗീയമാണ്. പക്ഷേ നോക്കൂ, ഇവിടെ നടക്കുന്ന ഈ മനുഷ്യരിൽ എത്ര പേരാ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്? അവിടെ പല മതത്തിലുള്ള മനുഷ്യരുണ്ട്, അല്ലേ? അത് നമ്മളിപ്പോൾ ഇരിക്കുന്നത് ബേപ്പൂരാണ്. ബേപ്പൂർ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ബേപ്പൂരിലാണ് നമ്മൾ ഇരിക്കുന്നത്. അവിടെയുള്ള മനുഷ്യർ, വൈകുന്നേരം എത്തുന്ന മനുഷ്യർ ഒന്നും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരല്ലല്ലോ. എല്ലാവരും ചേർന്നിരിക്കുകയാണ്, അവർ വിശേഷങ്ങൾ പറയുന്നു. ഇതൊക്കെയല്ലേ സൗന്ദര്യമുള്ള കാഴ്ചകൾ. അപ്പോൾ മറ്റൊരു വാർത്തയുണ്ടല്ലോ, ഇത് മനോരമയുടെ എഡിറ്റോറിയലാണ്. ജനാധിപത്യത്തിന് എന്തിനൊരു മറ, തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ സംശയകരമായ ഭേദഗതി എന്നുള്ളതാണ്. ഈ പല കക്ഷികളും അതിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടും അത് ഒരു തെരഞ്ഞെടുപ്പും ഒക്കെ ആയി ബന്ധപ്പെട്ട്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പൊക്കെ ആയി ബന്ധപ്പെട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയലാണ് മനോരമ ഇന്ന് കൈകാര്യം ചെയ്തത്. ഓക്കെ, നമുക്ക് ഉൾപേജിലേക്ക് കൂടി ഒന്ന് വന്നതിന് ശേഷം ഇന്നത്തെ വാർത്തകളിലേക്ക് നമുക്ക് വരാം. നമുക്ക് മെക്സവന്റെ പരിശീലനത്തിലേക്ക് കൂടി ഒന്ന് പോകണം. പരിശീലനം കഴിഞ്ഞു, അല്ലേ? അപ്പോൾ DMO ഓഫീസിൽ ഇന്നലെ ഒരു കസേര കളി നടന്നു എന്ന് പറയുന്നുണ്ട്. സ്ഥാനം അവകാശപ്പെട്ട ഒരേ സമയം രണ്ടുപേരും, അല്ലെ? കോമഡി ആയിരുന്നു. കോഴിക്കോടായിരുന്നു സംഭവം, നമ്മൾ റിപ്പോർട്ട് ചെയ്ത. എന്താ സംഭവിച്ചത്? അതായത് ഇവിടെ നിലവിലെ DMO എന്ന് പറയുന്നത് രാജേന്ദ്രൻ സാറാണ്. രാജേന്ദ്രൻ സാർക്ക് ട്രാൻസ്ഫർ ആയി. അത് മൊത്തം DMOമാർക്ക് ട്രാൻസ്ഫർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് കുറച്ച് DMOമാർ അവിടെ കോടതി പോയി സ്റ്റേ മേടിച്ചു. അതിൽ രാജേന്ദ്രൻ സാർ ഉൾപ്പെടെയുണ്ട്. പക്ഷേ ഈ സ്റ്റേ ഓർഡർ വരുമ്പോഴേക്കും ആശാദേവി അവർ വന്നിരുന്നു, അവരുടെ ജോയിൻ ചെയ്തു. അപ്പോൾ അവരുടെ ജോയിൻ ചെയ്യുകയും ചെയ്തു. മറ്റേ DMO
അവിടെ സ്റ്റേയുമായി ഇരിക്കുകയാണ്. അപ്പോൾ കസേര കൊടുക്കാതിരിക്കുന്ന ചിത്രമാണിത്. അപ്പോൾ ഇന്നലെ ഇങ്ങനെ സംഭവിച്ചു. നമ്മൾ നേരത്തെ ഈ ഓർഡർ വന്ന സമയത്തിന് വാർത്ത കൊടുത്തിട്ടുണ്ട്. അയാൾ കഥ എഴുതുകയാണോ? അതെ, അയാൾ കഥ പക്ഷെ ആശാദേവി അവധിയിലായിരുന്നു. ഈ ഓർഡർ വന്ന ഈ സ്റ്റേ ഓർഡർ വന്നപ്പോൾ ആശാദേവി അവധിയിൽ പോയിരുന്നു. വീണ്ടും തിരിച്ചു വന്നതാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഒടുവിൽ ഒരു പക്ഷേ DHS ഇടപെടണം. ഇനിയിപ്പോൾ ഇന്നലെ സംഭവിച്ചില്ല, 2 പേര് ഓഫീസിലുണ്ടായിരുന്നു. ഇനി DHS ഇടപെട്ട് അവിടെ നിന്ന് ഒന്നുകിൽ ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർ അപ്പീലിന് പോകണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇവിടെ അപ്പോയിൻമെന്റ് കൊടുത്ത് ആശാദേവി മറ്റു സ്ഥലത്തേക്ക് മാറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നലെ സംഭവിച്ചത്. അത് പത്രം മനോഹരമായിട്ട് ആ ചിത്രം കൊടുത്തിട്ടുണ്ട്. താനാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്ന അവകാശവാദവുമായി കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഇരു കസേരകളിൽ ഇരുപ്പുറപ്പിച്ച ഡോക്ടർ എൻ രാജേന്ദ്രനും ഡോക്ടർ ആശാദേവിയുടെയും ചിത്രം പത്രം ഉൾപേജിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മാറി. മറ്റൊന്ന്, ഇനി നമ്മൾ ഉൾപേജിലേക്ക് എത്തിയാൽ ഒരുപാട് വാർത്തകൾ ഇന്നലെ ഉണ്ടായിരുന്നു. അതിൽ കേരള സിലബസിലേക്ക് ഒഴുക്ക് കുറയുന്നു എന്നൊരു വാർത്ത കൂടി പത്രം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹയർ സെക്കൻഡറിയിൽ കേരള സിലബസിൽ ഹയർ സെക്കൻഡറിക്ക് ചേരുന്ന കേന്ദ്ര സിലബസുകാരുടെ എണ്ണം കുറയുന്നു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. 2020 10ാം ക്ലാസ് പാസ്സായ 37,772 CBSE വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി സംസ്ഥാന സിലബസിൽ എത്തിയിരുന്നു. എന്നാൽ ഈ വർഷം 19,000 പേര് മാത്രമേ മാറിയിട്ടുള്ളൂ. ഏകദേശം ഒരു 18% 20% കുറവുണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. വിജയരാഘവനെ ന്യായീകരിച്ച് ഇന്നലെ നേതാക്കൾ രംഗത്തെത്തിയ ദിവസം കൂടിയായിരുന്നു. അതായത് കോൺഗ്രസിനോട് സഖ്യമെന്ന രാഷ്ട്രീയ നയം മാറ്റാൻ വഴിയൊരുക്കണം, ന്യൂനപക്ഷ പ്രീണനം എന്ന പേരുദോഷം മാറ്റണം എന്നതാണ് CPMന്റെ ലക്ഷ്യങ്ങൾ. അതിനുവേണ്ടി വിജയരാഘവനെ അടക്കമുള്ളവരെ ഇറക്കി എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രചരണം നടക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ലീഗ് തീവ്ര മുസ്ലിം ചേരി എന്ന് പറയുന്ന ഒരാശയം ഇപ്പോൾ CPM ഒരു രാഷ്ട്രീയ പ്രമേയമായി തന്നെ അവതരിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചില്ല. മാധ്യമത്തിലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിജയരാഘവന്റെ പരാമർശം ഏറ്റെടുത്ത് CPM, നീക്കം രാഷ്ട്രീയ കാർഡ് മാറ്റം എന്നാണ് മാധ്യമം അത് റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞാണ് എന്നുകൂടി പത്രം പറയുന്നു. എന്തായാലും അത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വയനാട്ടിൽ നിന്ന് ജയിച്ചത് മുസ്ലിം വർഗീയ ചേരിയുടെ പിന്തുണയിലാണെന്ന പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ പ്രസ്താവനയെ പിന്തുണച്ച് CPM, ഉത്തരേന്ത്യയിലടക്കം BJPക്ക് ആയുധമാക്കാനാവുന്ന അപകടകരമായ പരാമർശമെന്ന വിമർശനം ശക്തമാകുമ്പോഴാണ് വിജയരാഘവൻ പറഞ്ഞതാണ് ശരി എന്ന നിലപാട് CPM ആവർത്തിച്ച് ഉറപ്പിക്കുന്നത് എന്നതാണ്. പക്ഷേ വയനാട്ടിലൊന്നും ഈ പറയുന്ന ജമാഅത്തെയും SDPയും ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ മാത്രമുള്ള ശക്തി കേന്ദ്രങ്ങളാണോ അഭിലാഷേ? ഒരിക്കലും അല്ല. കാരണം അതൊരു ബാലിശമായ ഒരു നിലപാട് തന്നെയാണ് പറയേണ്ടത്. ദീപക്കും അവിടെ പോയപ്പോൾ കണ്ടിട്ടില്ലല്ലോ SDPയുടെയും അത്രയും വലിയ ജമാഅത്തെയും. അവിടെ SDPയും ജമാഅത്തെയും വേണമെന്നില്ല, അല്ലാതെ തന്നെ ജയിക്കും. അതെ, അതെന്തായാലും അതിനെ ആ രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഓരോ പാർട്ടി എടുക്കുന്ന രാഷ്ട്രീയ നിലപാടാണ്, അതിന് പിന്നിൽ തന്ത്രങ്ങളുണ്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. എന്താണ് ലീഗിനെ കുറിച്ച് CPMന്റെ MV ഗോവിന്ദമാഷ് ആദ്യം പറഞ്ഞ നിലപാട്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ മതേതര ജനാധിപത്യ പാർട്ടി എന്നുള്ളതായിരുന്നു CPMന്റെ ലൈൻ. അത് മാറ്റി ഇപ്പോൾ അങ്ങനെയല്ല. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ വിജയരാഘവനെ തിരുത്തിയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം സ്വീകരിക്കുന്ന അടവ് നയത്തിന്റെയോ രാഷ്ട്രീയ നയത്തിന്റെയോ ഒക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിജയരാഘവൻ പറയുന്നതാണ് ശരി എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഓക്കെ, അതെന്തായാലും SDPയും ജമാഅത്തെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ലീഗിനെയും കോൺഗ്രസിനെയും ആക്രമിക്കുക എന്നതാണ് CPMന്റെ ലക്ഷ്യം. അത് മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നുള്ളതാണ്. അതിൽ വിജയരാഘവന്റെ ഭാഷ അമിത്ഷായുടെ ഭാഷ ഒരേപോലെ ഇരിക്കുന്നു എന്നതാണ് കോൺഗ്രസിന്റെ വിമർശനം. മറ്റൊരു വാർത്തയുണ്ടല്ലോ, നമ്മുടെ കോഴിക്കോട്ടെ MS സൊല്യൂഷൻസ്. നല്ല സൊല്യൂഷൻ ഉണ്ടാവുമോ ദീപക്? ഇതുവരെ ഒരു സൊല്യൂഷനും ഇല്ല. ഇനിയിപ്പം ഇന്നുകൂടി സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാം എന്നുള്ള അതെ, ആ ആലോചനയിലേക്കാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘം പോകുന്നത്. ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എന്ന് പരിഗണിക്കുന്നുണ്ട്. ഈ ഷുഹൈബിന്റെ ഒക്കെ ഒരു വാദം എന്ന് പറയുന്നത്, ഇവര് നമ്മൾ ഈ വൻകിടക്കാരെ വിടുന്നു എന്നുള്ളൊരു പരാതിയുണ്ട്. സൈലം പോലുള്ള ആപ്പുകൾ, അവരിലാണ് ആദ്യത്തെ ഈ പ്രഡിക്ഷൻസ് വരുന്നത്. ആദ്യം ഈ പ്രഡിക്ഷൻ അവരിൽ വന്ന് അത് ഈ കൊച്ചു സൊല്യൂഷൻസ് എടുക്കുന്നു എന്നുള്ളതാണ്. ഞാനിന്നലെ അത് കേട്ടപ്പോൾ ചില ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇപ്പം 100-100ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് 30-20 എണ്ണം വരുന്നു. പക്ഷേ 40 എണ്ണം ഡിസ്കസ് ചെയ്തിട്ട് അതിനകത്ത് 32 എണ്ണം വരുന്നു. അതങ്ങനെ ശരിയാവും? അത് മാത്രമല്ല, അതായത് മനസ്സിലായില്ലേ, ഇപ്പോൾ ഒരു പാഠപുസ്തകത്തിൽ നിന്ന് പരമാവധി 100 ചോദ്യം ചോദിക്കാൻ പറ്റൂ. ആ 100 ചോദ്യം ഡിസ്കസ് ചെയ്തിട്ട് ഇതിനകത്ത് ഏതെങ്കിലും വരും എന്ന് പറയുന്നതും, എന്നാൽ ഒരു 40 എണ്ണം മാത്രം ഡിസ്കസ് ചെയ്ത് 32 എണ്ണം വരും അല്ലെങ്കിൽ 30 എണ്ണം വരും എന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനൊക്കെ ട്യൂഷൻ സെന്ററിൽ പഠിപ്പിച്ചാണ്. പണ്ട് ട്യൂഷൻ മാഷ്മാർ എന്താ ചെയ്യുക, ഒരു 6-7 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കും. അതിൽ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എടുത്ത് മാറ്റിയിട്ട് ഇത് ചോദിക്കുന്നു പറയും. അതൊരു പ്രഡിക്ഷനാണ്. കാരണം അതൊരു കാൽക്കുലേഷനാണ്. കാരണം ചോദ്യ പേപ്പർ ഇടുന്ന ആൾക്കാരുടെ സൈക്കോളജിയും പിന്നെ ചോദ്യ പേപ്പർ ഇടുന്നതിൻ്റെ രീതി ഉണ്ടല്ലോ, ഒരു ഏറ്റവും ലോ
ആയിട്ടുള്ള ആവറേജ് ആയിട്ടുള്ള ഹൈ ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് ചോദിക്കുന്നു പറയാം. പക്ഷേ ഇവിടെ 40 ഈ പറഞ്ഞ പോലെ 40 ക്വസ്റ്റ്യൻ പറയുന്നു, അതിൽ 32 35 ചോദിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിരിക്കുന്നു. ഇന്നത്തെ ദിവസം ഡിസംബർ മാസം 24-ാം തീയതി, തിരുപ്പിറവിക്ക് തലേന്നാണ്. കോഴിക്കോടൊക്കെ നല്ല ഗംഭീരമായിരിക്കുമല്ലേ ഇത്തവണത്തെ ക്രിസ്മസ് രാവ്? പിന്നെ 25-ാം തീയതി ഇന്ന് രാത്രി മുഴുവൻ പരിപാടികളായിരിക്കും, കളർഫുൾ. അപ്പോൾ നമ്മൾ കളർഫുള്ളായ ആ പരിപാടികളിലേക്കും നമ്മളുടെ യാത്രയിലേക്കും പോവുകയാണ്. നമുക്കിനി കാഴ്ചകളൊക്കെ ഒന്ന് പ്രേക്ഷകരെ കാണിക്കാം.